ഒരു മത്തിക്കറി ഉണ്ടാക്കിയാലോ? അപ്പം അതിലേക്കായി കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിനോട് കൂടെ തന്നെ ഇത് മുളക് പൊടി, പിന്നെ വറുത്ത് പൊടിച്ച ഉലുവപ്പൊടി, മല്ലിപ്പൊടി, അതിനോട് കൂടെ ഇതും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇവയെല്ലാം ഒന്ന് വറുത്തെടുക്കുക. ഇനി ആ വറുത്ത് വെച്ച പൊടികളിലേക്ക് പിന്നെ കുറച്ച് ചെറിയുള്ളി ചേർത്ത്, അതുപോലെ തന്നെ പുളിക്കാവശ്യമുള്ള പുളിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇവയെല്ലാം നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഇനി ഒരു ചട്ടി വെച്ച് പിന്നെ അതിലേക്ക് പിന്നെ ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് നമ്മൾ അരച്ച അരപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇനി അരപ്പ് കഴുകിയ വെള്ളവും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി അടുപ്പ് കത്തിച്ച് മീൻകറിയെ തിളപ്പിച്ചെടുക്കുക. ഇതാ കറിയെല്ലാം നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മീനിട്ട് കൊടുക്കാം. മത്തിയാണ്, മത്തി ഓരോന്നോരോന്നായിട്ട് പറക്കിയിട്ട് കൊടുക്കുക. അതിൻ്റെ മത്തിയുടെ ഇതുണ്ട്, ഇതെന്താ പറപ്പനീന എന്തോന്ന് പറയും, അതുകൊണ്ട് ഇതിൽ. ഇനി കുറച്ച് കറിവേപ്പില ഇട്ടുകൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ചുറ്റിച്ചെടുക്കുക. നല്ലവണ്ണം ഒന്ന് ചുറ്റിച്ചെടുത്തുകൊണ്ട് മൂടി വെച്ച് ഒരു 5 to 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റോളം മീൻ വേവിച്ചു. പിന്നെ ഇനി ഇതിലേക്ക് ഒരു വറവിട്ട് കൊടുക്കാം. ഇത് ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടിയുള്ള വറവാണ്, അതിട്ട് കൊടുക്കാം. ഇനി ഒന്ന് ചുറ്റിച്ചെടുക്കാം. അങ്ങനെ രുചിയും മണവുമുള്ള നമ്മുടെ മത്തി മീൻകറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി മണമാണ്, അടിപൊളി ടേസ്റ്റാണ്. ടേസ്റ്റ് ഇനി ഒന്നും കൂടി വേണമെങ്കിൽ രുചിച്ച് നോക്കാം. നല്ല അടിപൊളിയാണ്, നല്ല ചോറുണ്ണാം, അത്രക്കും രുചിയുണ്ട്.